കണ്ട ഗൈസ്, സംഭവം ഇതാണ്. കറക്റ്റ് ജെല്ലിയുടെ പരുവത്തിലാണ് നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബോണപ്പൈറ്റ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പെപ്സി വെച്ചിട്ടൊരു അടിപൊളി ഒരു കിടിലൻ ജെല്ലിയാണ് നമുക്കിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ യൂട്യൂബ് ചാനൽ 20,000 സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ്. അതായത് 20K സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ്. നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു 10 രൂപ വെച്ച് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ. അത് കണ്ടിട്ട് ഒരുപാട് പേര് കമൻസ് ആയിട്ട് ഫീഡ്ബാക്ക് അറിയിച്ചു. അതുപോലെ തന്നെ ഒരുപാട് പേര് സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് വന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പെപ്സിയുടെ ജെല്ലി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു ബോട്ടിൽ പെപ്സിയാണ്. അതായത് ഞാനൊരു 1/2 ലിറ്ററിൻ്റെ ബോട്ടിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 35 രൂപയേ ഉള്ളൂ ഇതിൻ്റെ വില. പിന്നെ നമുക്ക് വേണ്ടത് ജെലാറ്റിനാണ്. അതായത് ഒട്ടുമിക്ക സൂപ്പർ മാർക്കറ്റിലും ബേക്കറിയിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന സംഭവമാണ് ജെലാറ്റിൻ. 55 രൂപയേ ഉള്ളൂ ഇതിൻ്റെ വില. അപ്പോൾ ഈ ഒരു ജെലാറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഏതൊരു ലിക്വിഡിനെയും ജെല്ലിയാക്കി മാറ്റാനുള്ള കഴിവുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ സാധനത്തിന് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഒരു ജെലാറ്റിൻ പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ജെലാറ്റിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു പരുവായിരിക്കും. ചെറിയൊരു മഞ്ഞ കളറിലെ മണ്ണ് പോലെ ഇരിക്കും. അപ്പോൾ നമുക്കൊന്ന് കത്രിക വെച്ചൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കറക്റ്റ് ഒരു എന്താ പറയുക, ഒരു മണ്ണ് പോലത്തെ മഞ്ഞ കളറിലെ ഒരു പരുവാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അതിനുശേഷം ഒരു ചെറിയൊരു ബൗളിലേക്ക് നമുക്ക് ഈ ഒരു ജെലാറ്റിൻ ഫുള്ളായിട്ട് എടുത്ത് മാറ്റാം. അതായത് 50 ഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് 50 ഗ്രാം മൊത്തം എടുക്കണം. ഇനി നമുക്ക് നമ്മുടെ പെപ്സി ഒന്ന് പയ്യെ ഒന്ന് പൊട്ടിക്കാം. പൊട്ടിക്കുമ്പോൾ തുളുമ്പിയൊന്നും പോരുന്നു, നന്നായിട്ട് ഗ്യാസൊക്കെ വരുന്നുണ്ട് അതിനകത്തുനിന്ന്. അപ്പോൾ ഇനി തുറന്നതിന് ശേഷം നമുക്ക് കുറച്ച് പെപ്സി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതായത് ഒന്ന് കുതിർക്കാൻ വയ്ക്കണം ഈ ഒരു ജെലാറ്റിൻ. അതിനുശേഷം നമുക്ക് ഇതേക്കണ്ട ഇതുപോലെ ഒരു ഇച്ചിരി ഒഴിക്കുമ്പോൾ തന്നെ നിറച്ച് പത വരും. അത് കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി കൂടെ ഇത്രയും അളവിൽ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്ക് അടുക്കളയിൽ പോയിട്ട് ചെറിയൊരു പാത്രം ചൂടാക്കാൻ വയ്ക്കാം. അതിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പെപ്സിയും ജെലാറ്റിനും കൂടെയുള്ള മിക്സർ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഒരു അടുക്കളയിൽ പോയി ചൂടാക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജെലാറ്റിൻ പെപ്സിയോട് ഇച്ചിരി അലിഞ്ഞ് ചേരാനാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. അലിഞ്ഞ് ചേർന്നാലേ നമുക്ക് ആ ഒരു ജെല്ലിയുടെ പരുവത്തിൽ കിട്ടത്തുള്ളൂ. അത്യാവശ്യം അലിഞ്ഞൊക്കെ ചേരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം വേറൊരു ബൗൾ എടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് ബാക്കിയുള്ള പെപ്സി ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയ ആ ഒരു ജെലാറ്റിൻ ഈ പെപ്സിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ നന്നായിട്ട് പതയൊക്കെ വരും. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഏകദേശം കവിഞ്ഞൊഴുകാറായി. കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. അത്യാവശ്യം ഇളകി വന്നാലേ ആ ഒരു ജെലാറ്റിൻ ഈ ഒരു പെപ്സിയുടെ ഫുള്ളായിട്ട് എന്താ പറയുക പിടിക്കത്തുള്ളൂ. അതിനുശേഷം ഈ ഒരു പതയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ചെറുതായിട്ട് ഈ കോമളയൊക്കെ വരും. അപ്പോൾ അതൊന്ന് എടുത്ത് കളയാം. ഒരു കോമളയും പതയൊക്കെ മൊത്തം എടുത്ത് കളയാം. അപ്പം റെഡി ആയിട്ടുണ്ട് നമ്മുടെ പെപ്സി ജെല്ലിയുടെ പ്രിപ്പറേഷൻ. ഇനി നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കാനായിട്ട് നമ്മൾ വെക്കുന്നത് പാത്രത്തിലൊന്നുമില്ല, നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പെപ്സിയുടെ ബോട്ടിലിൽ തന്നെയാണ്. അപ്പം നമുക്ക് ക്യാപ്പ് തുറന്നതിന് ശേഷം കുറച്ചായിട്ട് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പയ്യെ ശ്രദ്ധയോടുകൂടി ഒഴിക്കുക. കയ്യിലൊന്നും വീഴാതിരിക്കാൻ നോക്കുക. കയ്യിൽ വീണ് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഈ ഒരു ജെലാറ്റിൻ പശ പോലത്തെ പരുവത്തിലാണ്, അതുകൊണ്ട് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം കയ്യിലൊന്നും പറ്റാതിരിക്കുക. അപ്പോൾ ബാക്കി ഫില്ലിങ് ഞാൻ വെള്ളം ഒഴിച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പെപ്സി തികഞ്ഞില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി ക്യാപ്പ് വെച്ച് അടയ്ക്കാം. അപ്പോൾ നമ്മുടെ ജെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജെല്ലി റെഡി ആയിട്ടില്ല, ഇനി നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കാൻ പോകുന്നത്. ഫ്രിഡ്ജിൽ ഒരു എന്താ പറയുക, ഒരു 6 മണിക്കൂറൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് സെറ്റ് ആക്കി കിട്ടും. നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പം രാവിലെ ഫ്രിഡ്ജ് വെക്കുവാണെങ്കിൽ വൈകിട്ട് എടുക്കാം, അല്ലെങ്കിൽ വൈകിട്ട് ഫ്രിഡ്ജ് വെക്കുവാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എടുക്കാവുന്നതാണ് സംഭവം. ഇത് പെപ്സി തന്നെയാണ്. നമ്മളകത്ത് ജെല്ലിയൊക്കെ വെച്ച് ജെലാറ്റിന് വെച്ച് ഇങ്ങനെ ജെല്ലി പരുവത്തിലാക്കിയിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. കണ്ട ഗൈസ്, സംഭവം ഇതാണ്. നിറച്ച് ജെല്ലാണ് അകത്ത്. ഇത് നമുക്ക് കഴിക്കാം. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്ക് വെച്ച് ഇങ്ങനെ മുറിക്കാം പെപ്സിയുടെ. ഇനി നടുക്ക് വെച്ച് മുറിച്ച് കഴിയുമ്പം എങ്ങനെയാ പരുവം നമുക്ക് നോക്കാം. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം.
ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ പെപ്സി ജെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ട, ഇങ്ങനെ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. നമ്മളിങ്ങനെ ഒഴിച്ചാലും ഇത് പോകത്തില്ല, അധികം ജെല്ലി പരുവത്തിലുള്ളതാണ് ഇത് ഇരിക്കുന്നത്. കണ്ട, പക്ഷേ നല്ല മണമൊക്കെ ഉണ്ട്. പെപ്സിയുടെ അതേ മണമാണ്. ഗ്യാസ് ഒന്നും പ്രതീക്ഷിക്കില്ല ഈ ജെല്ലി കഴിക്കുമ്പം. ജെല്ലിയുടെ ആ ഒരു കൊക്കക്കോള, അതായത് പെപ്സിയുടെ ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കിനി എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണം. നമ്മൾ ഈ സ്പൂണ് വെച്ചിട്ടാണ് ഇത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കാണിച്ചു തരാം ഇതിൻ്റെ ടെക്സ്ചറും പരിവൊക്കെ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, കറക്റ്റ് ജെല്ലിയുടെ പരുവത്തിലാണ് നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഐസ് അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് കൊക്കക്കോള, അതായത് പെപ്സിയുടെ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് പെപ്സി തന്നെ വേണമെന്നില്ല. മിറിൻ്റെ എടുത്തു കഴിഞ്ഞാലും മൗണ്ടൻ്റെ എടുത്താലും 7up എടുത്താലും ഈ ഒരു ജലാറ്റി നമുക്ക് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് ജെല്ലി പോലത്തെ പരുവത്തിൽ കിട്ടും. കണ്ട, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര എളുപ്പമാണ് ഈ റെസിപ്പി ട്രൈ ചെയ്യാനായിട്ട്. ഒരു ജലാറ്റിനും ഒരു 35 രൂപയുടെ ഒരു പെപ്സി മാത്രം മതി നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ദയവായി താഴെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ.